This call is now being recorded. Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാരും നോക്കിയോ? ക്ലാസ് ഒന്ന് ക്ലിയർ ആണോ? അമൃത ക്ലിയർ ആണോ? കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ടിട്ട് ഓക്കെ. നമ്മ ഇവിടം വരെയാണല്ലേ എടുത്തത്? ഇമേജ് വരെയല്ലേ എടുത്തത്? ഇമേജ് കംപ്ലീറ്റ് ആയില്ലേ? ഇമേജ് കംപ്ലീറ്റ് ആയില്ലേ? ഇത് ഓക്കെ. നെക്സ്റ്റ് എടുക്കാനുള്ളത് സിംബൽസ് യൂസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ബയോ ഹസാർഡ് അല്ലെ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ? എന്താണ് ഡേഞ്ചർ ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ? ഇങ്ങനത്തെ സിംബൽ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ? നിങ്ങൾ കണ്ടെയ്നേഴ്സും ഒക്കെ വേസ്റ്റ് ഇടുന്ന കണ്ടെയ്നറിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ ശ്രദ്ധിക്കാട്ടോ. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ലബോറട്ടറിയിലെ വേസ്റ്റുകൾ ഇടുന്നിടത്തുണ്ടായിരിക്കും ബയോഹസാർഡ് വേസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ. ഇത് സൈറ്റോടോക്സിക് വേസ്റ്റുകൾ അല്ലെ? എന്താണ് കെമിക്കൽ പോലുള്ള നമ്മുടെ സെൽസിനൊക്കെ ഡാമേജ് വരുത്തുന്ന വേസ്റ്റുകൾ, സൈറ്റോടോക്സിക് വേസ്റ്റ്. നെക്സ്റ്റ് ഇങ്ങനെയുള്ള സിമ്പിൾ വാണിംഗ് ഇൻഫെക്ഷസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി. എന്താണ് ഇൻഫെക്ഷസ് വരാൻ സാധ്യതയുള്ള അല്ലെ? എന്താണ് വേസ്റ്റുകളാണ്. അതുകൊണ്ട് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി, നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ് കോഷൻ കീമോതെറാപ്പി ചെയ്യുന്ന ഏരിയാസിനൊക്കെ സൂചിപ്പിക്കാനാണ് ഈ സിംബൽ യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്ത് പറ്റും? റേഡിയേഷൻ ഒക്കെ അടിക്കില്ലേ? ആണോ? കീമോതെറാപ്പി ചെയ്യുന്ന ഏരിയാസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് റേഡിയേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഏരിയയിൽ ഇങ്ങനെയുള്ള സിംബലുകൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്തിട്ടാ? പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒന്ന് നോക്കുക ഇനി ഏതൊക്കെയാണെന്ന്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതില് 4 സിംബൽ പഠിക്കാനുള്ളൂ. ബയോഹസാർഡ്, സൈറ്റോടോക്സിക് എന്താണ് കെമിക്കൽസ് അല്ലെ? നമ്മുടെ സെൽസിനെ ഡാമേജ് വരുത്താൻ സാധ്യതയുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുക ആ ഏരിയയിൽ അങ്ങനെയുള്ള കെമിക്കൽസ് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ് അത് നമുക്ക് വാണിംഗ് തരാൻ വേണ്ടിയിട്ട് അല്ലെ? മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ട്. ഇത് വാണിംഗ് എന്താണ്? ഇൻഫെക്ഷസ് വേസ്റ്റുകളാണ്. എക്സാമിന് സിംബൽസ് ഉണ്ടാവും കേട്ടോ. എക്സാമിന് ഇപ്പൊ നിങ്ങൾ ലബോറട്ടറിയിലെ സിംബൽ പഠിക്കുന്നുണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റിലും സിംബൽ പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഒരെണ്ണെങ്കിലും വരാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വാണിംഗ് ഇൻഫെക്ഷസ് വേസ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി എന്താണ്? ഇൻഫെക്ഷസ് അടങ്ങിയിരിക്കുന്ന വേസ്റ്റുകളാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് നമ്മൾ ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ് കോഷൻ എന്താണ്? കീമോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഏരിയ ആണ്. ആ ഏരിയ അപ്പൊ പോകുമ്പോൾ എന്താണ്? നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിംബൽ യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. എന്താണ് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ബയോമെഡിക്കൽ വേസ്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ഷുവർ ആക്കേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത്? നോക്കിയേ, every hospital must have well-defined awareness and training program for all the category of personnel concerning BMW. BMW-യുമായി ബന്ധപ്പെട്ട്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആർക്കാണ് അവയർനെസ് കൊടുക്കേണ്ടത്? അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ഓൾ ദ കാറ്റഗറി. അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സുമാർക്കും ഡോക്ടേഴ്സിനും ലബോറട്ടറിയിലെ ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതിയോ? ഈ വേസ്റ്റുമായി, ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് പോരാ അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും നൽകണ്ടേ? ക്ലീനിങ് സ്റ്റാഫുകൾക്ക് അത് വേണം അല്ലെ? വേണ്ടേ? ക്ലീനിങ് സ്റ്റാഫുകൾക്കും എങ്ങനെയാണ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ എന്താണ് എല്ലാ സ്റ്റാഫുകൾക്കും ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് അവയർനെസ്സും എന്താണ് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും നൽകുക. എന്ത് വേണ്ടിയിട്ട്? എങ്ങനെ അത് സ്റ്റോർ ചെയ്യണം അല്ലെ, എങ്ങനെ സംഭരിക്കണം, എങ്ങനെ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവയർനെസ് ഒക്കെ നൽകുക. നെക്സ്റ്റ്, ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ് ഇൻ എ മാനർ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഈച്ച് ഹോസ്പിറ്റൽ should set up a hospital waste management. Acceptable കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടാ, അവിടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവാണ്. Training has to be given in suitable language in a manner that is acceptable. അവർക്ക് നൽകുന്ന ട്രെയിനിങ് എങ്ങനെയായിരിക്കണം? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. സ്യൂട്ടബിൾ ലാംഗ്വേജ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഇവിടെ ഹിന്ദിയില് ഒക്കെ ക്ലാസ്, അല്ലെങ്കിൽ കൊറിയനില്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷയിൽ നിങ്ങൾ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ മിസ്? നിങ്ങൾക്ക് മനസ്സിലാവോ ഇത്? ഇല്ല. അപ്പൊ എന്താണ് ആ സ്റ്റാഫുകൾക്ക്, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഏത് ഭാഷയിലാണോ എടുത്താൽ മനസ്സിലാകുന്നത് ആ ഭാഷയിൽ അവർക്ക് എന്ത് കൊടുക്കുക? ട്രെയിനിങ് പ്രോഗ്രാമുകൾ നൽകുക. suitable language. Each hospital should set up a hospital waste management committee. നമ്മ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ, എന്താണ് അവിടെ എന്താണ് ഹോസ്പിറ്റല് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം എന്നല്ലേ പറഞ്ഞോ? അതേപോലെ വേസ്റ്റുകള്, ബയോമെഡിക്കൽ വേസ്റ്റുകള് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി, കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഹോസ്പിറ്റലിലും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ അത് രണ്ടും? This committee should be liable for making a hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഈ കമ്മിറ്റി എന്താണ് ചെയ്യേണ്ടത്? എന്തായിരിക്കണം? ആ കമ്മിറ്റി രൂപീകരിക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്തായിരിക്കും? പർപ്പസ്? ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ മാനേജ്, എന്താണ് അവർ മാനേജ് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ കൺട്രോൾ പറഞ്ഞപ്പോ എന്താണ്? ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ അല്ലെ എന്താണ് പ്ലാനുകൾ തയ്യാറാക്കുകയും അത് സൂപ്പർവൈസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവരെന്തായിരിക്കും? വേസ്റ്റ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, ഹോസ്പിറ്റൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ തയ്യാറാക്കുക അല്ലെ, ആക്ഷൻ പ്ലാനുകൾ. ഓരോ വേസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അതെങ്ങനെ എന്താണ് കറക്റ്റ് രീതിയിൽ എങ്ങനെ അവര് സ്റ്റോർ ചെയ്യണം അല്ലെ, എങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യത്തില് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുകയും അതെന്ത് ചെയ്യുക? സൂപ്പർവിഷൻ ചെയ്യുക അല്ലെ, മേൽനോട്ടം വഹിക്കുക, മോണിറ്റർ ചെയ്യുക അല്ലെ. പദ്ധതികൾ തയ്യാറാക്കിയാൽ മാത്രം മതിയോ ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി? പോരാ, അത് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം അല്ലെ, അവര് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ആൻഡ് ഇംപ്ലിമെന്റേഷൻ, നിർവഹണം, കാര്യമായ രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് സൂപ്പർവൈസ് ചെയ്യുക. ക്ലിയർ ആയോ?
ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരെ എന്താണ് വേസ്റ്റുകൾ കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുകയും അത് കറക്റ്റ് രീതിയിൽ ഹോസ്പിറ്റലുകളിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക അല്ലെ. സൂപ്പർവൈസ് മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷണം നടത്തുകയും ഇംപ്ലിമെന്റേഷൻ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ദ ഇയർലി റിപ്പോർട്ട്സ് accident deeded as required under BMW rules should be submitted to the concerned authorities as in keeping BMW rules format. എന്താണ് BMW നിയമപ്രകാരം ആവശ്യമായ അല്ലെ. ഇപ്പൊ നമ്മ എന്താണ് ഇപ്പൊ ഒരു കണക്ക് തയ്യാറാക്കുമ്പോൾ ഒന്നിങ്ങനെ 6 മാസം കൂടുമ്പോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴല്ലേ ഓഡിറ്റ് എടുക്കുന്നതും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും അല്ലെ. ഓരോ മാസം കൂടുമ്പോ അങ്ങനെ ചെയ്യാറുണ്ടോ നമ്മ റിപ്പോർട്ടുകൾ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഓരോ വർഷവും ഇയർലി എന്താണ് ഓരോ വർഷം കൂടുമ്പോ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും BMW ബന്ധപ്പെട്ട് ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്സിഡന്റുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന സമയത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ എന്താണ് ഉൾപ്പെടുത്താം. ആസ് റിക്വയർഡ് അണ്ടർ BMW റൂൾസ് എന്താണ് BMW നിയമപ്രകാരം ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ ആക്സിഡന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് BMW നിയമങ്ങളുടെ ഫോർമാറ്റ് അനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഇപ്പൊ എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് BMW നിയമപ്രകാരം ഇതിലും ഓരോ നിയമങ്ങളുണ്ട് അല്ലെ. നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഹോസ്പിറ്റലിലും എന്തുണ്ട് ആ ഹോസ്പിറ്റല് നിർമ്മിക്കുന്ന സമയത്തല്ല അല്ലെ എന്താണ് സ്ഥാപിത നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് ഇല്ലേ. ഓരോ ഓഫീസുകളിലും ഓരോ ഹോസ്പിറ്റലുകളും എല്ലായിടത്തും എന്തുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് എന്താണ് BMW ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്സിഡന്റുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ഉൾപ്പെടുത്തി എന്താ BMW ഫോർമാറ്റ് പ്രകാരം ഓരോന്നും നമുക്ക് റിപ്പോർട്ട് എഴുതുന്നതിനായിട്ട് ഫോർമാറ്റ് ഉണ്ടോ? ഇപ്പൊ നമ്മ എക്സലില് കണക്കുകൾ എൻ്റർ ചെയ്യും അതിന് ഫോർമാറ്റ് ഉണ്ടോ? ഉണ്ട്. അതേപോലെ നമ്മ എന്ത് കാര്യങ്ങൾ ചെയ്യും അതിനോരോ ഫോർമാറ്റ് ഉണ്ടാവും അല്ലെ. നമ്മിപ്പോ ഒരു എന്തുട്ടണം ലെറ്റേഴ്സ് എഴുതുമ്പ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മുടെ ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്റർ വേറെയാണ് അല്ലെ. അതിന്റെ ഫോർമാറ്റ് വേറെയാണോ? അതേപോലെ നമ്മ ഏതെങ്കിലും അധികാരികൾക്ക് കൊടുക്കുന്ന ലെറ്റേഴ്സിന്റെ ഫോർമാറ്റ് വേറെയാണോ? ആണോ? ഓരോന്നിനും അല്ലെ ഓരോന്നും നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ BMW ഫോർമാറ്റ് പ്രകാരം ഈ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അധികാരികൾ ഉണ്ടാവൂലേ കൊടുക്കേണ്ട ഹെഡുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ ഇത്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? BMW നിയമം പ്രകാരം വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുകയും പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് BMW ഫോർമാറ്റ് പ്രകാരം ഈ റിപ്പോർട്ടുകളെ തയ്യാറാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുക. നെക്സ്റ്റ്, ഇത് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. നെക്സ്റ്റ് പറയുന്നത് മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ, വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അളവുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. as far as possible
Purchase of reusable items made of glass and metal should be promoted. എന്ത് ചെയ്യുക? അവര് ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലാണ്ട് എന്താണ് അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? സ്റ്റെറിലൈസ് ചെയ്തോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസ് ഒക്കെ നടത്തിങ്ങാണ്ടിട്ട് അവർക്ക് ഉപയോഗിക്കാം, വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുക, വാങ്ങിക്കുക. എന്തൊക്കെയാണ്? ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അതല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള സാധനങ്ങൾ അവർ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ക്ലിയർ ആയോ? നമ്മ വീടുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ എന്താണ്? ഒരു യൂസ് കഴിഞ്ഞാൽ നമ്മ കളയോ? നമ്മ അത് കഴുകി വീണ്ടും ഉപയോഗിക്കും അല്ലേ? അതേപോലെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുക? ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അതല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ചതായ സാധനങ്ങള് പർച്ചേസ് ചെയ്യുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെ, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് അവർക്ക് അല്ലെങ്കിൽ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസ് ഒക്കെ ചെയ്ത് കണ്ടിട്ട് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ്? നോൺ PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് അവര് പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ്, അഡോപ്റ്റ് പ്രൊസീജിയർ ആൻഡ് പോളിസീസ് ഫോർ ജെനുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസഡ്. ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ വേസ്റ്റുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ എന്താണ്? യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുകയാണ്, അപ്പൊ നമുക്കൊരു ഇഞ്ചക്ഷൻ തരണം. ഇഞ്ചക്ഷൻ തരുമ്പോ എത്ര ടൈപ്പ് വേസ്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതല്ലേ? പറഞ്ഞൊന്ന്, എത്ര ടൈപ്പ് വേസ്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ വേസ്റ്റുകളാണ് ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ ഉണ്ടാവുന്നത്? കോട്ടൺ ഉണ്ടാവുന്നുണ്ട്, പിന്നെ പഞ്ഞി, കോട്ടൺ പഞ്ഞി, നീഡിൽ ഉണ്ടാവുന്നുണ്ട്, സിറിഞ്ച്, ബോട്ടിൽ അല്ലെ? എന്താണ്? മെഡിസിൻ അടങ്ങിയിരിക്കുന്ന ബോട്ടിൽ അല്ലെ? അങ്ങനെയുള്ള. അപ്പൊ എന്താണ്? കോട്ടന്, നീഡിൽ അല്ലെ, സിറിഞ്ച്, ബോട്ടിൽ, മരുന്ന്. അപ്പൊ 4 ടൈപ്പ് വേസ്റ്റ്. ഈ വേസ്റ്റുകൾ 4ഉം ഒരേപോലെയാണ് അവര് സൂക്ഷിക്കേണ്ടത്? ഒരു ഇതിൽ തന്നെ ഇതാക്കിയാൽ മതിയോ? ഇല്ല അല്ലെ? ഓരോന്നിനും വേറെ വേറെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ബാഗ് അല്ലേ? അപ്പൊ എന്താണ്? ഈ വേസ്റ്റുകള് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ ഓരോ വേസ്റ്റുകൾക്കും അതുമായി ബന്ധപ്പെട്ട അല്ലെ, ഓരോ വേസ്റ്റുകളും ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നയങ്ങളും ക്രമങ്ങളും സ്വീകരിക്കുക. ക്ലിയർ ആയോ? കോട്ടൺ ഇടേണ്ട കണ്ടെയ്നറിൽ തന്നെ കോട്ടൺ ഇടുക, സിറിഞ്ച് ഇടണ്ടല്ലേ സിറിഞ്ച് ഇടുക അല്ലെ, നീഡിൽ ഇടണ്ടേ നീഡിൽ ഇടുക. പിന്നെ ബോട്ടില്, പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും അല്ലെങ്കിൽ എന്താണ്? പൊട്ടുന്ന ബോട്ടിലായിരിക്കും. അപ്പൊ അത് ഇടണ്ട ഇതില് അതിടുക. അപ്പൊ എന്താണ്? ഇവർക്ക് അത് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ അവർക്ക് എളുപ്പമാക്കി തീർക്കും അല്ലെ? ആ വേസ്റ്റ് ഇതിന് കുറയ്ക്കല്ലേ ചെയ്യുന്നത്? വേസ്റ്റ് എന്താണ്? വേസ്റ്റ് ഡിസ്പോസലിന്റെ എഫേർട്ട് അവർക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ആണോ? അപ്പൊ ഓരോ വേസ്റ്റുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ എന്താണ്? യഥാർത്ഥ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. ക്ലിയർ ആയോ? അത് establish effective and sound recycling policy for plastic recycling and contact with the authorized manufacturer. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുകയും എഫക്റ്റീവായ രീതിയിലും മികച്ചതായ രീതിയിൽ എന്താണ്? ഈ വേസ്റ്റുകള് റീസൈക്ലിംഗ് ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ വേസ്റ്റ് റീസൈക്ലിംഗ് ചെയ്യണമെങ്കിൽ അവർക്ക് ഹോസ്പിറ്റൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വേണം അല്ലെ? അതോറിറ്റി വേണ്ടേ? അതല്ലാണ്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അതറിയുന്ന ആളുകൾ വേണം അല്ലെ? അപ്പൊ എന്താണ്? പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുത്തി അവരുമായി സംസാരിച്ച് എന്താണ്? അതിന് വേണ്ട ഫലപ്രദവും ഈ വേസ്റ്റുകൾ എന്താണ്? ഫലപ്രദവും മികച്ച രീതിയിൽ റീസൈക്ലിംഗ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ട നയങ്ങള്
രൂപീകരിക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ വീടുകളില് ചില വീടുകളില് ബയോ ഗ്യാസ് ഉണ്ട് അല്ലെ? നമ്മുടെ വീടുകളില് എന്താണ് വരുന്ന വേസ്റ്റുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അത് നമ്മൾ തന്നെയാണോ ആ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ആളുകളില്ലേ? അവരെ വിളിച്ചിട്ട് അവരാണ് നമുക്ക് ആ ഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചു തരുന്നതും ഏതൊക്കെ രീതിയിൽ അല്ലെ, ഏതൊക്കെ വേസ്റ്റുകൾ നമുക്ക് അതിൽ നിക്ഷേപിക്കാൻ പറ്റും പറഞ്ഞു തരുന്നത് അവരല്ലേ? നമുക്ക് പിന്നെ അതെങ്ങനെ ഗ്യാസ് ആയിട്ട് എടുത്ത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നത് അവിടെയാണ് അല്ലെ? അപ്പൊ എന്താണ് വേസ്റ്റ് ഹോസ്പിറ്റലുകളിൽ എന്താണ് ഈ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനും എന്താണ് അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുത്തി കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ ഫലപ്രദവും മികച്ചതുമായ രീതിയിലുള്ള നയങ്ങള് ഹോസ്പിറ്റലുകളിലെ രൂപീകരിക്കുക. ക്ലിയർ ആയോ? ഇത് എല്ലാവർക്കും ഓക്കെ ആയോ? ഈ ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരി വലിയ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? BMW എന്ന് പറഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റ്. ഫസ്റ്റത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. സിംബൽസ് ഫൈനൽ ഡിസ്പോസൽ അതിൽ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. വേസ്റ്റ് മാനേജ്മെന്റിലെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസ്പോസൽ ആണ്. This is the last stage of biomedical waste. Measures of വേസ്റ്റ് മിനിമൈസ് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അളവുകൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിലെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഏതാണ് നെക്സ്റ്റ് പറഞ്ഞത്? സിമ്പല് ഇത് ബയോഹസാർഡ്. എന്താണ്? നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആ പ്രദേശത്ത് എന്താണ് അങ്ങനെയുള്ള വേസ്റ്റുകൾ സ്റ്റോർ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവിടെ സൂചിപ്പിക്കുന്നതാണ് ഈ സിമ്പല്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഇടുന്ന വേസ്റ്റുകൾ ഇടുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടില്ലേ, അതുമൊക്കെ ഈ സിമ്പല് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്നും കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലെ? അപ്പൊ എന്താണ്? ബയോഹസാർഡ് ആണ്, നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള വേസ്റ്റുകളാണ്. നെക്സ്റ്റ് സൈറ്റോടോക്സിക്. എന്താണ്? നമ്മുടെ സെൽസിനെ ഡാമേജ് വരുത്താൻ രീതിയിലുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന ഏരിയ ആണ്. ആ ഏരിയയിൽ പോകുമ്പോൾ എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമുക്ക് ഒരു വാണിംഗ് തരുന്നതിന് വേണ്ടിയിട്ടാണ് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് വാണിംഗ് എന്താണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ഉണ്ട്. അത് ഇൻഫെക്ഷസ് വേസ്റ്റുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി, നല്ല രീതിയിൽ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുക, നിർമ്മാർജ്ജനം നടത്തുക. ഇത് കീമോതെറാപ്പി പോർഷൻ അല്ലെ, കീമോതെറാപ്പി ചെയ്യുന്ന ഏരിയാസ് ആണ്. അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെ, അപ്പൊ നമുക്ക് എന്താണ്? റേഡിയേഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ സിമ്പലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ട്ടാ. ഇങ്ങനെയുള്ള കാര്യങ്ങള് ബെനിഫിറ്റ്സ് ഓക്കെ പറയാട്ടാ.
ബെനിഫിറ്റ്സില് ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. എന്താണ് ക്ലീനർ ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്? എന്തായിരിക്കും ഫസ്റ്റ് എന്താ ഉണ്ടാവുന്നത്? നമുക്ക് വൃത്തിയുള്ള അല്ലെ ആരോഗ്യമുള്ള ചുറ്റുപാട് സൃഷ്ടിക്കാൻ സാധിക്കില്ലേ? വേസ്റ്റുകളൊക്കെ നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് വൃത്തിയുള്ള ആരോഗ്യമുള്ള സറൗണ്ടിങ്സ് ചുറ്റുപാട് സൃഷ്ടിക്കാൻ സാധിക്കുന്നു അല്ലേ? അത് ക്ലിയർ ആയോ? നമ്മുടെ വീടുകളില് എപ്പോഴും നമ്മ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാണ്. ആഴ്ചയിൽ എന്താണ് നമ്മ ഒതുക്കല് അല്ലെ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത്? അതല്ല വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ ക്ലീനിങ് പ്രോഗ്രാമുകൾ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും രണ്ടും തമ്മില്? ആഴ്ചയിൽ നമ്മ എല്ലാ ജനലുകൾ തുടക്കുന്നു, വാതിലുകൾ തുടക്കുന്നു, എല്ലാ കബോർഡുകളും വൃത്തിയാക്കുന്നു, തുണികളെല്ലാം കറക്റ്റ് രീതിയിൽ നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പൊ എന്താണ് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ചുറ്റുപാട് സൃഷ്ടിക്കാൻ സാധിക്കില്ലേ വീടുകളില്? നമ്മുടെ കാണുമ്പോ തന്നെ അല്ലെ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും അല്ലെ? വീട് ഏത് സമയത്തും വൃത്തിയായി സൂക്ഷിക്കുന്നത് കാണുമ്പോ, വൃത്തിയിൽ കിടക്കുന്നത് കാണുമ്പോ അല്ലേ? വീട്ടമ്മമാരല്ലേ കുറച്ചു പേരെങ്കിലോ അവർക്കറിയാൻ പറ്റുമല്ല. അത് വൃത്തിയുള്ള അല്ലെ എന്താണ് ക്ലീൻ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്. അതേപോലെ എന്താണ് ഹോസ്പിറ്റലുകളിലെ വേസ്റ്റുകൾ കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്താൽ എന്താണ് നല്ല വൃത്തിയുള്ള ആരോഗ്യമുള്ള ചുറ്റുപാട് അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ചുറ്റുപാടുകളിൽ നിന്ന് എന്ത് വരില്ല? വേസ്റ്റ് വരില്ല എന്നോ? ഇൻഫെക്ഷൻസ് അല്ലേ? ഇൻഫെക്ഷൻസ് അസുഖങ്ങൾ വരില്ല. അപ്പൊ എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെ? അസുഖം വരുത്തുന്ന ആരാണ്? ഇൻഫെക്ഷൻസ് അല്ലേ? അണുക്കളല്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ് ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ആരോഗ്യമുള്ള ചുറ്റുപാടുകളിൽ എന്തുണ്ടാവില്ല? ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ? റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വയേർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ്. നമുക്ക് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസും ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ജനറൽ ഇൻഫെക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? റിഡക്ഷൻ ചെയ്യാൻ കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അസുഖങ്ങള് ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തണ്ട അല്ലെ? അതല്ല ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് എന്താണ് ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കണം അല്ലെ? സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാമുകൾ നടത്തണം അല്ലെ? ഓട്ടോക്ലാവിംഗ് നടത്തണം അല്ലെ? പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടേ. അപ്പൊ നമുക്ക് എന്താണ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്ത് ദ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുടെ പ്രൈസ് അവർക്ക് വരുന്ന ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? മൂന്നെണ്ണം ഫസ്റ്റ് മൂന്നെണ്ണം ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മ പറഞ്ഞു ആർക്കൊക്കെയാണ് റിസ്ക് എന്ന് പറഞ്ഞത്? കൂടുതലും അല്ലേ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കാണോ? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്ന് പറഞ്ഞല്ലേ അതിലെ ഡോക്ടേഴ്സ് വരാം, നഴ്സുമാര് വരാം അല്ലെ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലും വരുന്ന സ്റ്റാഫുകൾ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നോക്കി റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി നെക്സ്റ്റ് അല്ല അത് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപേജിംഗ് ഇൻഫെക്ഷൻ ഡിസ്പോസിബിൾ. നമ്മ ഹോസ്പിറ്റലിൽ ഒരു തവണ യൂസ് ചെയ്ത സിറിഞ്ച് വീണ്ടും ഉപയോഗിക്കാറുണ്ടോ? ഒരാളിൽ ഇൻജെക്ട് ചെയ്ത അല്ലെങ്കിൽ ഒരാളിന്റെ ബ്ലഡ് എടുത്ത ഇല്ല അല്ലെ? അപ്പൊ ഇതിൽ പറയുന്നത് നമ്മ അങ്ങനെ റീയൂസ് ചെയ്യുന്നത് എന്താണ് നമ്മ ഉപയോഗിച്ച ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള സാധനങ്ങൾ രണ്ടാമത് റീയൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കുന്ന അതെന്തുകൊണ്ടാണ് അവർ രണ്ടാമത് ഉപയോഗിക്കുന്നത്? വേസ്റ്റ് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ചുകൾ അല്ലെങ്കിൽ ഡ്രെയിൻസുകളൊക്കെ വീണ്ടും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാ? കറക്റ്റ് രീതിയിൽ അവര് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ടല്ലേ അല്ലേ? അപ്പൊ എന്താ ഈ ഡിസീസ് എന്താണ് നമ്മൾ രണ്ടാമത് റീയൂസ് ചെയ്യുന്ന രണ്ടാമത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാക്കുന്ന
ഡിസീസുകൾ, അസുഖങ്ങളും മരണങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നല്ല രീതിയിൽ ഈ വേസ്റ്റുകൾ മാനേജ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും യൂസ് ചെയ്യില്ല അല്ലെ? അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും അല്ലേ? കറക്റ്റ് രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവർ ഡിസ്പോസ് ചെയ്യില്ലേ? അല്ലേ? ആണ്. അപ്പൊ എന്താണ് ഈ ഇങ്ങനെ രണ്ടാമത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആയോ? അത് ഫോർത്ത് പോയിന്റ് ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ലോ ഇൻസിഡൻസ് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. എന്താണ്? ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ? എന്താണ്? ക്ലീൻ ആയിട്ടുള്ള, ഹെൽത്തിയർ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ എന്താണ്? ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ്? ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവില്ലല്ലോ. അസുഖങ്ങള്, ഇൻഫെക്ഷൻസ് ഉണ്ടാവോ? അവരിപ്പം വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്താണ്? ഈ ലോ ഇൻസിഡന്റ് എന്താണ്? ഹോസ്പിറ്റൽ ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് തൊഴിൽപരമായിട്ടുള്ള ഇൻസിഡന്റുകൾ, സംഭവങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അവർക്ക് എന്താണ്? അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. എണ്ണം കുറയുന്നു അല്ലെ? അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വൃത്തിയുള്ള, ആരോഗ്യമുള്ള സറൗണ്ടിങ്സിലാണ്, ചുറ്റുപാടിലാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് വരില്ല? ഇൻഫെക്ഷൻസ് വരില്ല. അപ്പൊ എന്താണ്? ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഇംപ്രൂവ് ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഹോസ്പിറ്റലില് ചുറ്റുപാട് നല്ല വൃത്തിയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ ചെന്ന് കാണുന്ന നമുക്ക് എന്താണ്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. അതല്ല, വേസ്റ്റുകൾ അവിടെ ഇവിടെ വേസ്റ്റുകൾ കിടക്കുന്നതാണെങ്കിൽ ഇല്ലേ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അല്ലേ? നോന്ന സാറ്റിസ്ഫൈഡ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒരു ഉന്മേഷം ലഭിക്കില്ലേ? അതല്ല, ആകെ വേസ്റ്റുകൾ അവിടെ ഇവിടെ വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി അവിടെ ഇവിടെ വേസ്റ്റ് ഒക്കെ കിടക്കണമെന്ന് നമുക്ക് എന്താ തോന്നുക? ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? നമ്മ തന്നെ പറയാറുണ്ട്, ചില ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാല് എന്താണ്, നമുക്കില്ലാത്ത അസുഖം കൂടിയും വരുമെന്ന് അല്ലെ? എന്തുകൊണ്ടാ അത് പറയുന്നേ? അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? വൃത്തിയില്ലാത്തത് കാണുമ്പോ അല്ലെ? അതുകൊണ്ടല്ലേ? ഹൈജീനിക് അല്ലാത്തത് കാണുമ്പോഴല്ലേ? അപ്പൊ എന്താണ്? ഈ കറക്റ്റ് രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ എന്താണ്? അവരെ ഇമേജ്, പ്രതിച്ഛായ നമ്മ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും അല്ലെ? ഈ ഹോസ്പിറ്റലിൽ പോയാൽ മതി, അവിടെ നല്ല വൃത്തിയാണ് അല്ലെ? അപ്പൊ എന്താണ്? അവിടുത്തെ ഇമേജ്, അവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവർക്ക് നല്ല ഗുണനിലവാരമുള്ള ജീവിതം കൊടുക്കുന്നതിന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസോ ജനറൽ ഇൻഫെക്ഷൻസോ വരില്ലല്ലോ. വരുമോ? വൃത്തിയുള്ള ചുറ്റുപാടില്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് നമ്മുടെ അസുഖത്തിന് മാത്രം ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു പോരാ അല്ലെ? എന്താണ്? നല്ല വൃത്തിയുള്ള, നല്ല കറക്റ്റ് രീതിയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്ക് അവരുടെ പ്രതിച്ഛായ, ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ലൈഫ്, ജീവിതം പേഷ്യൻസിന് നൽകാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ബെനിഫിറ്റ്സ് ആരോ ചോദിച്ചല്ലോ. ഓക്കെ ആയോ? ചാപ്റ്റർ ഓക്കെ ആണോ? ഇനി ഈ ചാപ്റ്റർ ഇനി ഓക്കെ ആണോ? നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ മിസ്? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ മിസ്സിന് എടുക്കാനുള്ളത് ലേബർ റൂം ആണ്.
ലേബർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ റൂം അവിടെ എന്ത് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഇമേജ് പറയണം. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ് ട്ടാ. മിസ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിലെ ഇമേജും കൂടി ഒന്ന് പറഞ്ഞിട്ട് മിസ് ചാപ്റ്റർ തുടങ്ങാം ട്ടോ. Image associates with all modern medicine healthcare establishment in both private and government. അത് മിസ് ചുരുക്കി പറയാം, അത് വായിക്കുന്നില്ല മിസ്, അതിലുള്ള ഇത് പറയാം. എന്താണ്? ഹോസ്പിറ്റൽ, ജനറൽ, നമ്മുടെ പ്രൈവറ്റിലെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെയും എല്ലാ മോഡേൺ മെഡിസിനുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകളുള്ള എല്ലാ ഹോസ്പിറ്റലിലും എന്താണ് ഈ ഇമേജില് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവിടെ അംഗങ്ങളായിരിക്കും. ആ അംഗങ്ങളാകുന്ന സമയത്ത് അവരെന്താണ് ഓരോ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എത്ര റൂംസുകൾ ഉണ്ട്, അവിടെ എത്രത്തോളം ഫെസിലിറ്റീസ് ഉണ്ട്, അതല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഡെന്റൽ ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എത്ര ചെയേഴ്സ് ഉണ്ട്, ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാല്, നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ, ഓരോ ഹോസ്പിറ്റലിലും സ്മോൾ സൈസ്, മിഡ് സൈസ് അല്ലെ, ലാർജ് സൈസ് ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ് ഈ ഇതിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും അല്ലേ. ചെറിയ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എന്താണ് ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്ര ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഇവരിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഇവരിൽ നിന്ന് എത്ര വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നതിന് വേണ്ടിയിട്ടാണ്. അത് ക്ലിയർ ആയോ? എന്നിട്ട് ഈ ഇവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇവര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവരിൽ നിന്ന് ഒരു അഫിലിയേഷൻ ഫീസ് അല്ലെ, നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലായിടത്തും ഇപ്പൊ നമ്മൊരു കോഴ്സിനാണ് ചേരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഒരു അഡ്മിഷൻ ഫീ അടക്കും അല്ലെ അവിടെ അല്ലേ. അതേപോലെ ഈ ഇമേജ് പ്ലാന്റിൽ ഇവർ രജിസ്റ്റർ ചെയ്ത് അഫിലിയേഷൻ നടത്തുന്ന സമയത്ത് ഇവരുടെ എന്താണ് ഇവർക്ക് തിരിച്ചു കൊടുക്കാത്ത ഒരു നോമിനൽ ഫീ പോലെ ഒരു പേയ്മെന്റ് ഈടാക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ വേസ്റ്റുകൾ ഓരോ മാസവും ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഇവരെ മന്ത്ലി പേയ്മെന്റും ഈ ഇമേജ് പ്ലാന്റ് ഈടാക്കുന്നുണ്ട്. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇത് കമ്മീഷൻ ചെയ്തത് December 14, 2003 ഈ ഇമേജ് January 2004 പ്രവർത്തനം ആരംഭിക്കുകയും നമ്മുടെ കേരള സ്റ്റേറ്റിന് നമുക്ക് സ്തുത്യർഹമായ സേവനം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2016 പുറപ്പെടുവിച്ച മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും 2016 റിലീസ് ചെയ്ത ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അനുസരിച്ചാണ് ഇമേജിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇമേജില് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ റെനേമിഡ് സിറ്റി എന്നുള്ള ഹോസ്പിറ്റലിൽ ഒരു വേസ്റ്റ് കൊണ്ടു കൊടുക്കാണ്. ആ വേസ്റ്റ് അവിടെ എത്തി ആ ഇമേജ് പ്ലാന്റിൽ കൊണ്ടു കൊടുത്ത് 48 മണിക്കൂർ ആവുമ്പോഴേക്ക് അവർ എന്ത് ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ എൻവിയോൺമെന്റിന് ഒരു പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഡിസ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് കേരളയ്ക്കും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള ആണ്. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ഓഫ് കേരള എന്ന് പറഞ്ഞാല് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഈ പ്രൈമറി ഹെൽത്ത് കെയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ, ചെറിയ ചെറിയ ഹെൽത്ത് സെന്റേഴ്സ്, അതൊക്കെയാണ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരള എന്ന് പറയുന്നത്. മറ്റേത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് എന്താണ് ഈ ഇമേജിലെ പ്രത്യേക പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. എന്ന് വെച്ചാല് ഇവരിൽ നിന്ന് അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നു പറഞ്ഞില്ലേ, ഓരോ ഹോസ്പിറ്റലുകളിൽ നിന്നും അവരവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ഈ അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നു. കൂടാതെ ഇവർക്ക് ഇവര് മാസം പേയ്മെന്റ് നൽകുന്നതിൽ ഒരു സബ്സിഡി, ഒരു ഇളവ് നൽകുകയും ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ആയോ? രണ്ടാമത്തെ പാരഗ്രാഫ് ക്ലിയർ ആയോ?
നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ ഇമേജ് പ്ലാന്റില് ഓരോ ദിവസവും 55.8 ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് അവിടെ ചെല്ലുന്നതെന്ന്. ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 55.8 ടൺ വേസ്റ്റുകളാണ് ഓരോ ദിവസവും ഇമേജ് പ്ലാന്റില് വരുന്നത്. അതില് 30.5 ടൺസ് ഇൻസിനറബിൾ വേസ്റ്റുകളാണ്, അതായത് കത്തിച്ച് കളയേണ്ട വേസ്റ്റുകളാണ്. 19 ടൺസ് ഓട്ടോക്ലേവബിൾ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ട വേസ്റ്റുകളാണ്. 5 ടൺസ് ബോട്ടിൽസ് ആണ്. 0.7 ടൺസ് എന്താണ് ഷാർപ്പ് അല്ലെങ്കിൽ മെറ്റൽസ് നീഡിൽസ് ഒക്കെ ഉള്ള വേസ്റ്റുകളാണ്. 0.6 ടൺ എന്താണ് ഡിസ്കാർഡഡ് മെഡിസിനുകളാണ്, നിരസിച്ച അതല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള മെഡിസിനുകളാണ്. ഇതെവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? കേരളത്തില് വർക്ക് ചെയ്യുന്ന 13,000-ൽ കൂടുതൽ ഹോസ്പിറ്റലുകളില് ഒരു ദിവസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ആണ് എന്താണ് ഈ 55.8 ടൺ. ഇമേജ് സ്റ്റാർട്ട് ചെയ്തതാണ് പാലക്കാട്. ക്ലിയർ ആയോ ഇമേജ്? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ലേബർ റൂം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ലേബർ റൂമിൽ പ്രസവം മാത്രമാണോ നടക്കുന്നത്? ഡെലിവറി മാത്രമാണോ? അല്ല അല്ലെ, ഡെലിവറി അതിനു മുമ്പുള്ളത് അല്ലെ, പ്രീ ഡെലിവറി ഇല്ലേ? പ്രീ ഡെലിവറിക്ക് മുമ്പുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലേ? പ്രസവ ചികിത്സ. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. ആമുഖത്തിൽ എന്താ പറയുന്നത്? ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സർവീസസ് ആർ പ്രാക്ടീസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. മിക്ക ഹോസ്പിറ്റലുകളിലും ഇല്ലേ ഈ സേവനങ്ങൾ? പ്രസവ ചികിത്സയും ഗൈനക്കോളജി സേവനങ്ങളും എന്താണ് മിക്ക ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? ഇല്ലേ? ഇപ്പൊ ഇതിന് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? പ്രസവ ചികിത്സ മാത്രം നൽകുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? എന്താണ് ഓൾമോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്താണ് മിക്ക ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രസവ ചികിത്സയും ഗൈനക്കോളജി സർവീസുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വേർ ഒബ്സ്റ്റട്രിക്സ് ഡീൽ വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ഒബ്സ്റ്റട്രിക്സിൽ എന്താണ് ഡീൽ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന കാര്യം എന്താണ്? പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് അല്ലെ? ചൈൽഡ് ബർത്ത് അല്ലേ ഡെലിവറി? ഒബ്സ്റ്റട്രിക്സിലെ പ്രസവാനന്ദ ചൈൽഡ് ബർത്ത് ആണ് അവര് ഡീൽ ചെയ്യുന്നത്. ഫങ്ഷണൽ ഏരിയ ഓഫ് ദി മെറ്റേണിറ്റി വാർഡ്. മെറ്റേണിറ്റി വാർഡിലെ ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണ്? പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ്? റിസീവിംഗ് ഏരിയ അല്ലെ? ആദ്യം തന്നെ ലേബർ റൂമിന്റെ ഫ്രണ്ടില് ഒരു നമ്മളിപ്പോ ഗൈനക് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നമ്മളെ ചെക്കപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കണമെന്ന് പറയല്ലേ? ആ 9th മന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോ പറയല്ലേ? ഇന്ന ദിവസം വന്ന് ലാസ്റ്റ് ചെക്കപ്പിന് എല്ലുമ്പോ പറയാലോ ഇന്ന ദിവസം വന്ന്. നോട്ട് ടേബിൾ വേണ്ട കേട്ടാ, ഫങ്ഷണൽ ഏരിയ ഓഫ് എന്ന് കൊടുത്താൽ മതി കേട്ടാ. ആ നോട്ട് ടേബിൾ വേണ്ട. ഫങ്ഷണൽ ഏരിയ ഓഫ് ദി മെറ്റേണിറ്റി വാർഡ്. അപ്പൊ എന്താ ചെയ്യണേ? നമ്മൾ ലേബർ റൂമിൽ ചെല്ലുകയും റിസീവിംഗ് ഏരിയ അല്ലെ? നമ്മൾ സ്വീകരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഒരു ഇടനാഴി പോലെ അല്ലെ? ഡെലിവറി കഴിഞ്ഞവരില്ലേ ഇവിടെ? ഓക്കെ, റിസീവിംഗ് ഏരിയാസ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ആദ്യത്തെ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഏരിയാസിൽ ആദ്യം വരുന്നത് റിസീവിംഗ് ഏരിയാസ് അല്ലെ? ആ പേഷ്യൻസിനെ ഡെലിവറി കഴിയുണ്ടാകുമ്പോഴേ സ്വീകരിക്കുന്ന ഏരിയാസ്. നെക്സ്റ്റ് എക്സാമിനേഷൻ ഏരിയ അല്ലെ? എന്താണ് നമ്മുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കും അല്ലെ? PV ചെക്ക് ചെയ്യും അല്ലെ? PV ചെക്ക് ചെയ്യും, നമ്മുടെ ഷുഗർ പ്രഷർ നോക്കും. എക്സാമിനേഷൻ ചെയ്യുന്നത് അല്ലെ? ആണോ? എന്താരൊന്നും പറയാ? BP നോക്കും. പിന്നെ PV നോക്കും അല്ലെ? യൂട്രസ് എത്രമാത്രം വികസിച്ചിട്ടുണ്ട് അല്ലെ? വെയിറ്റ് നോക്കും അല്ലെ? പ്രസവം നടക്കാറായിട്ടുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ.
ആദ്യം തന്നെ ചെല്ലുമ്പോ റിസീവ് ചെയ്തിട്ട് ഡോക്ടർ വന്ന BP. ഓക്കെ, അപ്പൊ എന്താണ് എക്സാമിനേഷൻ ഏരിയാസ്. ആ പേര് അവിടെ കയറുന്ന വുമണിനെ, ആ ലേഡിനെ എന്താണ് എക്സാമിനേഷൻ നടത്തുന്ന ഏരിയാസ്. കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് നോക്കും ഏരിയാസ്. നെക്സ്റ്റ് പ്രീ ഡെലിവറി റൂം അല്ലെ, എന്താണ് നമുക്ക് ഡെലിവറിക്ക് മുമ്പ് അനീമിയ നൽകുന്ന ഏരിയാസ് അല്ലെ. പിന്നെ എന്താണ് നമുക്ക് ട്രിപ്പ് ഒക്കെ ഇടാലോ, പെയിൻ വരുന്നതിന് വേണ്ടി ട്രിപ്പ് ഇടും അല്ലെ. ആണോ, എന്താണ് ഒരുമിച്ച് എല്ലാരും? നിങ്ങൾ പറ, ഡെലിവറി കഴിഞ്ഞവര് ആരും ഇതില്ല. ട്രിപ്പ് ഇടും, പെയിൻ വരാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതാണ് പ്രീ ഡെലിവറി. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ചു നേരം കിടത്തും അല്ലെ. എന്താണ് പെയിൻ വരുന്നുണ്ടോ അല്ലെ. പെയിൻ കൂടുതലാവുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് മാറ്റുന്നത് അല്ലെ. പ്രീ ഡെലിവറി റൂമിൽ നിന്ന് മാറ്റുന്നത് പെയിൻ അങ്ങോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഡെലിവറി ഓർ ലേബർ റൂം. അതിനുശേഷം എന്താണ് നമുക്ക് പെയിൻ ഇതായി കൊച്ച് പുറത്തേക്ക് വരാറാവുമ്പോഴാണ് നമ്മൾ ആ പ്രീ ഡെലിവറി റൂമിൽ നിന്ന് മാറ്റി കണ്ടിട്ട് ഡെലിവറി നടത്തുന്ന അവിടെ ഒരു ടേബിൾ ഉണ്ട് അല്ലെ. ഡെലിവറി നടത്തുന്നതിനുള്ള ഒരു ടേബിൾ ഒക്കെ ഇല്ലേ, പ്രത്യേകം തയ്യാറാക്കിയ. അപ്പൊ നമ്മൾ എന്താണ് അങ്ങോട്ട് മാറ്റും അല്ലെ, ഡെലിവറി ഓഫ് ലേബർ റൂമിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം അല്ലെ. അത് കഴിഞ്ഞ് എന്താണ് ഡെലിവറി കഴിഞ്ഞു, ആ ഡെലിവറി റൂമിലേക്ക് മാറ്റി. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് അവരെ വീണ്ടും അല്ലെ, അവരെന്താണ് മേലൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്ലെ. ചിലപ്പോ അവരൊന്ന് കുളിപ്പിക്കും. ഇല്ലേ, ആണോ, ഒന്ന് കുളിപ്പിച്ച് അല്ലെങ്കിൽ അവരൊന്ന് ഇതാക്കി കാണിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് ഡെലിവറി റൂം അല്ലേ. എന്താണ് അവരെ ഡെലിവറി കഴിഞ്ഞിട്ട് കിടത്തേണ്ട ഒരു റൂമിൽ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് അവരെ ഡ്രസ്സൊക്കെ മാറ്റി കാണിട്ട് ഇപ്പുറം കൊണ്ടുവന്നിട്ട് അവരെ ഒബ്സർവേഷനിൽ കിടത്തും അല്ലെ. അവർ ഓക്കെ ആയിട്ടുണ്ടോ അല്ലെ. പിന്നെ എപ്പോഴാണ് അവിടെ നിന്ന് മാറ്റുന്നത്, ഡെലിവറി റൂമിൽ നിന്ന് അവരെ റൂമുകളിലേക്ക് അല്ലെങ്കിൽ വാർഡിലേക്ക് മാറ്റുന്നത് എപ്പോഴാണ്? യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ അവര് മാറ്റുള്ളൂ. ക്ലിയർ ആയോ? പോസ്റ്റ് ഡെലിവറി റൂം, ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്താണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ലേഡിയെ ഒബ്സർവേഷൻ ചെയ്യുന്നതിന് വേണ്ടി കിടത്തുന്ന ഏരിയ ആണ് പ്രീ ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ ആയോ ഇത്? Okay. Next, the labor room also named birthing unit in the hospital. Birthing unit. അവിടെ ഒരു full stop ആണ് ട്ടാ. ലേബർ റൂമിന് പറയുന്ന വേറൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ് അല്ലേ. ബർത്തിങ് യൂണിറ്റ്, ജനനം നടക്കുന്ന യൂണിറ്റ്, ബർത്തിങ് യൂണിറ്റ്. In the hospital is where child birth take place. ഇവിടെയാണ് ഹോസ്പിറ്റലുകളിലെ ചൈൽഡ് ബർത്ത് നടക്കുന്ന സ്ഥലം. Is one of the most versatile room in the hospital. ഹോസ്പിറ്റലിലെ ഒരു versatile room, വൈവിധ്യമാർന്ന ഒരു റൂമാണ് എന്താ ലേബർ റൂം എന്ന് പറയുന്നത്. Which grants special facilities എന്നാണ് ഇവിടെ. അത് ക്ലിയർ ചെയ്തോട്ടാ, ബർത്തിങ് ആണ് ട്ടാ. സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാം, BIRTHING, ബർത്തിങ്. മിസ്സിന്റെ പ്രിന്റിൽ കിടക്കുന്ന കറക്റ്റ് ആണ്, ഒന്ന് നോക്കിയേ. നിങ്ങളുടെ പ്രിന്റും മിസ്സിന്റെ പ്രിന്റും കൂടെ നോക്കിയേ, സ്ക്രീനിൽ കിടക്കുന്ന പ്രിന്റും കൂടെ. ആ ബർത്തിങ് യൂണിറ്റ് കഴിഞ്ഞ BO ആണ് നിങ്ങളുടെ അല്ലേ. അപ്പൊ അത് കറക്റ്റ് ചെയ്യാ, BI ആക്കാം. പിന്നെ ആ ബർത്തിങ് യൂണിറ്റ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ ആയോ? ഓക്കെ. ഹോസ്പിറ്റലിൽ എന്താണ് ചൈൽഡ് ബർത്ത് നടക്കുന്നത് ഈ ലേബർ റൂമിൽ വെച്ചാണ്. ഹോസ്പിറ്റലിലെ ഒരു വെർസാറ്റൈൽ റൂം, അതായത് വൈവിധ്യമാർന്ന ഒരു റൂമാണ്, ഒരു മുറിയാണ് ലേബർ റൂം. വിച്ച് ഗ്രാൻസ്, ഇവിടെ എന്താണ് പല സ്പെഷ്യൽ ഫെസിലിറ്റീസ് എഷ്യൂറിങ് എന്നാണ് ഇവിടെ എന്താണ് സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള പല സ്പെഷ്യൽ ഫെസിലിറ്റീസും സൗകര്യങ്ങളും ഇവിടെ ഇവര് നൽകുന്നുണ്ട്, അഷ്യൂർ ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രീനാറ്റൽ കെയർ അല്ലെ, പ്രഗ്നൻസി കെയർ അല്ലെ,
പ്രീനാറ്റൽ കെയർ, ഡെലിവറി അല്ലേ, പ്രസവം നടക്കുന്നുണ്ട്, പ്രസവത്തിന് മുമ്പുള്ള ട്രീറ്റ്മെന്റ് ചികിത്സകൾ നൽകുന്നുണ്ട്. ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ്നേറ്റൽ കെയർ എന്താണ്, പ്രസവം കഴിഞ്ഞിട്ടുള്ള കെയർ പരിചരണവും ലേബർ റൂമിൽ നൽകുന്നുണ്ട്. എന്താണ്, കെയർ ഫോർ ദി മദേഴ്സ് ആൻഡ് ഇൻഫാൻസ് ഇല്ലേ, ശിശുവിനും അമ്മക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ നിന്ന് പരിചരണങ്ങള്, അമ്മക്ക് ലഭിക്കുന്നതിലൂടെ ശിശുവിനും ലഭിക്കും, ഇൻഫാന്റിനും കൂടി ലഭിക്കാണ് അല്ലെ. ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്താണ്, ആ കൊച്ചിനെടുത്ത് കുഞ്ഞിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അവരെ ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട് അല്ലെ, അവരെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, അവർക്ക് വെയിറ്റ് ഉണ്ടോ നോക്കുന്നുണ്ട് ഇല്ലേ കൊച്ചിന്. അതൊക്കെ ഇവിടെ വെച്ചല്ലേ നടക്കുന്നത്, ലേബർ റൂമിൽ വെച്ചല്ലേ നടക്കുന്നത്. കെയർ ഫോർ ദി മദർ ആൻഡ് ഇൻഫാന്റ്, ഇൻഫാന്റിനുള്ളതും ശിശുക്കൾക്കുള്ളതും മദറിനും അമ്മയ്ക്കുള്ളതുമായ പരിചരണം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. എ പ്രഗ്നന്റ് വുമൺ വിൽ ഗോ ടു ദി ഡെലിവറി റൂം വെൻ ഷീ ഈസ് ഇൻ ദി ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ. ഈ പ്രഗ്നന്റ് വുമൺ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാല് എന്തെന്നാ പറയുന്നത് ഇവിടെ, ഷീ ഈസ് ഇൻ ദ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ, അവർക്ക് പ്രസവത്തിനുള്ള ഒരു സജീവ ഘട്ടത്തിലാണ് അല്ലെ. ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കയറിയവർക്ക് അറിയാം അല്ലേ, ഡെലിവറിക്കുള്ള ഒരു സജീവ ഘട്ടമാണ് അല്ലെ. ആ ലേഡി എന്താണ്, ആ വുമൺ ആ പെയിന് വരും, പിന്നെ എന്താണ്, കൊച്ചിന് ജന്മം നൽകും അല്ലേ. അപ്പൊ എന്താണ്, ഡെലിവറി വുമൺ പ്രഗ്നന്റ് വുമൺ ലേബർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ, എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ വുമൺ എന്താണ്, ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ, പ്രസവത്തിന്റെ ഒരു സജീവ ഘട്ടത്തിലാണ് പിന്നെ ആ വുമൺ ഉള്ളത്. The unit is devised to handle a birth for women. എന്താണ്, ഇവിടെ ഈ യൂണിറ്റില് ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഹാൻഡിൽ എ ബർത്ത് ഫോർ വുമൺ അല്ലെ. എന്താണ്, ആ ഒരു വുമൺ എന്താണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്, ബർത്ത് ചെയ്യുന്നുണ്ട്. മൈനർ സർജറീസ് അല്ലെ, നോർമൽ പ്രസവം നടക്കുന്നുണ്ട്, സർജറി നടക്കുന്നുണ്ട്, പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് അല്ലെ. Okay. The labor delivery recovery room LDR are in charge of accommodation. ലേബർ റൂമിന് പറയുന്ന വേറൊരു പേരാണ് LDR, ലേബർ ഡെലിവറി റിക്കവറി റൂം. അക്കോമഡേറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഡെലിവറി എന്നുണ്ട് ട്ടാ, DELIVERY ഡെലിവറി. കറക്റ്റ് ചെയ്യാട്ടോ, കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. In charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. എന്തൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്, ആ വുമണിന്, പ്രഗ്നൻസി വുമണിന് കാര്യക്ഷമമായ പ്രസവ പരിചരണങ്ങളും അല്ലെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ലേബർ റൂമിൽ നിന്ന് ഒരു വുമണ് ആ ലേബർ റൂമിലേക്ക് എൻറ്റർ ആയി കഴിഞ്ഞാൽ, കയറി കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് വേണ്ട പ്രസവ പരിചരണങ്ങൾ അല്ലെ, എക്സാമിനേഷൻ നടത്തുന്നുണ്ട് അല്ലെ, പ്രീ ഡെലിവറിക്ക് മുമ്പുള്ള ചികിത്സകൾ ലഭിക്കുന്നുണ്ട് അല്ലെ, ഡെലിവറി സമയത്ത് വേണ്ട അവരുടെ കെയർ ലഭിക്കുന്നുണ്ട്. എന്താണ്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ലഭിക്കുന്നില്ലേ ഡെലിവറിയിൽ നിന്ന്. കാര്യക്ഷമമായ പ്രസവ ചികിത്സ, പ്രസവ പരിചരണങ്ങള് ആ ലേഡിക്ക്, ആ വുമണിന് ഈ വാർഡിൽ നിന്ന്, ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. In certain healthcare institution, LDR also known as LDRP suites. ചില ഹോസ്പിറ്റലുകളിൽ certain ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലേബർ LDRന് പറയുന്ന വേറൊരു പേരാണ് LDRP suites, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് postpartum unit suits എന്ന്. It is one of the particularന്റെ അവിടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. Particular of the obstetrical department that grants all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumables and availability of well-trained human resources. എന്താണ്, ഹോസ്പിറ്റലിലെ പ്രസവ ഒബ്സ്റ്റട്രിക്സ് വാർഡിൽ അല്ലെ ലേബർ റൂമിൽ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണ്,
ക്ലിനിക്കൽ ഫെസിലിറ്റി വിത്ത് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ഒരു ഡെലിവറി നടത്തുന്നതിനാവശ്യമായ എല്ലാ ആന്തരിക ഘടനയും ഹോസ്പിറ്റലിൽ ആ ഡെലിവറി റൂമിലില്ലേ? ഇല്ലേ? എക്സാമിനേഷൻ റൂം ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? പ്രീ ഡെലിവറിക്ക് മുമ്പുള്ള എല്ലാ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അല്ലെ. അതിനുശേഷം എന്താണ്? അവരെ ഡെലിവറി റൂമിലേക്ക് കയറ്റുമ്പോ എന്താണ്? അവിടെ അതിനാവശ്യമായ എന്താണ്? ടേബിള് അല്ലെ, കുറെ കാര്യങ്ങളില്ലേ അവിടെ. പിന്നെ കൊച്ചിന്റെ വെയിറ്റ് നോക്കാൻ, കൊച്ചിനെടുക്കുന്നത്, അപ്പൊ എന്താണ്? അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റി ഉള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എന്തുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ, ആന്തരിക ഘടന അതിലുണ്ട്. എഫിഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ് അല്ലെ, ആവശ്യമായ കാര്യക്ഷമമായ എക്യുപ്മെന്റുകളില്ലേ? ഡെലിവറി നടത്തുന്നതിന് ആവശ്യമായ എക്യുപ്മെന്റ്. ഇപ്പൊ ഒരു സർജറി ആണ് അല്ലെ, ചിലപ്പോ എന്താണ്? നോർമൽ ഡെലിവറി ആവുക എല്ലാവർക്കും, ഓപ്പറേഷൻ വേണ്ടി വരും അല്ലെ. ചിലവർക്ക് ഓപ്പറേഷൻ എന്തെങ്കിലും BP കൂടുക, അല്ലെങ്കിൽ കൊച്ചിന് വരാൻ ബുദ്ധിമുട്ട് അല്ലെ, പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? അവർക്ക് സർജറി അല്ലെ, ഓപ്പറേഷൻ ചെയ്യും. അപ്പൊ അതിനു വേണ്ടി എക്യുപ്മെന്റുകൾ വേണ്ടേ? അപ്പൊ സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളുടെ സപ്ലൈ ഉണ്ട്. കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, അവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ ലഭിക്കുന്നില്ലേ? ഡെലിവറി ആ ലേഡിക്ക് മെഡിസിനുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. എന്താണ്? കൺസ്യൂമബിൾസ്, അവർക്ക് ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിലിറ്റി, ലഭ്യമാകേണ്ടതായ റിസോഴ്സുകൾ അവർക്ക് എന്താണ്? ലേബർ റൂമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അത്രയും പോയിന്റ്, അത്രയും ഭാഗം ക്ലിയർ ആയോ? ഇൻഫ്രാസ്ട്രക്ചർ, ഈ ലേബർ റൂം എല്ലാവരും പൊതുവായി എല്ലാവരും കയറുന്ന ഭാഗത്ത് തന്നെയാണോ? എൻട്രൻസിലൊക്കെ തന്നെയാണോ വെക്കുന്നത്? അല്ല അല്ലെ, ഒരു ഒഴിഞ്ഞ ഭാഗത്തായിരിക്കും അല്ലെ. അല്ലെ, ഒഴിഞ്ഞാന്ന് ഉദ്ദേശിച്ച് ആളുകൾ പെട്ടെന്ന് ഓക്കെ. This section should be located in a convenient but isolated area. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ സെക്ഷൻ ലേബർ റൂം സ്ഥിതി ചെയ്യുന്നത് എന്താണ്? കൺവീനിയന്റ്, നമുക്ക് സൗകര്യപ്രദവും ഒറ്റപ്പെട്ടതുമായ ഏരിയ, ഒരു സ്ഥലത്തായിരിക്കും. എന്താണ്? നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്നതും ഇതിപ്പോ ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്, LDR ഉണ്ട്, LDRP സൂട്ട്സ് ഉണ്ട് കേട്ടാ. 3 പേരുകൾ വേറെ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇത്? സൗകര്യപ്രദവും എന്താണ്? ഐസൊലേറ്റഡ് ഏരിയ, ഒറ്റപ്പെട്ടതുമായ ഒരു ഏരിയയിലായിരിക്കും. The labor room through remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. Labor roomile patientsine privacy വേണോ? വേണം അല്ലെ. ചിലപ്പോ എന്താണ്? നമുക്ക് പെയിൻ, ആ ലേബർ റൂമിലേക്ക് കയറി നിൽക്കുന്ന വുമണിന് പെയിന് കൂടുമ്പോ എന്ത് ചെയ്യും? അവര് പെട്ടെന്ന് ഒച്ചയിൽ കരയൂലേ? കരയൂലേ? ബഹളം ഉണ്ടാക്കും അല്ലേ? ചീത്ത പറയും ചിലപ്പോ ഡോക്ടേഴ്സിന്. അപ്പൊ എന്താണ്? അവർക്ക് അവിടെ കയറുന്ന പേഷ്യൻസിന് പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കും അല്ലേ ലേബർ റൂം. രോഗികൾക്ക് സ്വകാര്യത നൽകുമ്പോൾ എന്താണ്? അനാവശ്യ പ്രത്യേകതകളിൽ നിന്ന് മാറി അവരെ പാർപ്പിക്കാൻ, അവരെ ഇതാക്കാനുള്ള എന്താണ്? ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവേശനത്തിന് ആ ലേബർ റൂമിലേക്ക് വേറെ ആരെങ്കിലും കടത്തി വിടും? ഈ ലേഡി അല്ല, വുമണിനെ അല്ലാണ്ട് പ്രഗ്നൻസി നടക്കുന്ന ഇല്ല അല്ലെ. അതെന്താണ്? അതാണ് റിമോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആ പ്രഗ്നൻസി ലേഡി അല്ലാതെ മറ്റാരേക്ക് അവർക്ക് എന്താണ്? അവിടേക്ക് കടത്തി വിടുന്നില്ല. എന്താണ്? ആ ഡിപ്പാർട്ട്മെന്റിൽ ആ പേഷ്യൻസിന് എന്ത് വേണം? ഒരു പ്രൈവസി വേണം അല്ലെ. കാര്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് മറ്റാരെയും കടത്തി വിടാത്ത രീതിയിൽ. ഇപ്പൊ ഹസ്ബൻഡിനെ കടത്തി വിടാണ്ട് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുക അല്ലെ, അല്ലെങ്കിൽ കൂടുതൽ പേടി വരിക, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കയറണം എന്ന് പറയുമ്പോഴൊക്കെ ചിലയിടത്ത് ഇപ്പൊ ഹസ്ബൻഡിന് അതും എല്ലായിടത്തേക്കും അവർക്ക് പ്രവേശനം ഉണ്ടാവില്ല അല്ലെ. ആ ലേഡി വൈഫ് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും ഹസ്ബൻഡിനെ കയറ്റുന്നത്.
അപ്പൊ അവർക്ക് സ്വകാര്യത ലഭിക്കുന്നതിന് വേണ്ടി റിമോട്ട് ഫെസിലിറ്റി ഉള്ള ഒരു ഏരിയ ആയിരിക്കും ലേബർ റൂം. ഇറ്റ് ഷുഡ് ബി നോട്ട് ഫാർ ഫ്രം ദ OT ആൻഡ് സർജിക്കൽ യൂണിറ്റ്. ഇതെന്തായിരിക്കും? സർജിക്കൽ ഇത് ഇവർക്ക് ഒറ്റപ്പെട്ട ഏരിയയിലായിരിക്കും സൗകര്യപ്രദമായിരിക്കും. പിന്നെ എന്താണ് ഈ നമ്മുടെ ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്ററിന്റെയും സർജിക്കൽ യൂണിറ്റിന്റെയും അടുത്തൊക്കെ തന്നെയായിരിക്കും ലേബർ റൂം സ്ഥിതി ചെയ്യുന്നത്. വൈൽ ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് പേഷ്യൻസ് അവോയ്ഡിംഗ് ക്രോസ് പൊല്യൂഷൻ. എന്താണ് പേഷ്യൻസിന് ക്രോസ് പൊല്യൂഷൻസ് ഒന്നും നടക്കാത്ത രീതിയിൽ, മലിനീകരണം ഒന്നും നടക്കാത്ത രീതിയിൽ. അപ്പൊ എന്താണ് ഇവർ ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോയി ലേബർ റൂമിൽ നിന്ന് ഓപ്പറേഷന് വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യും? ഇവർക്ക് പൊല്യൂഷൻ സംഭവിക്കാം അല്ലെ, ഇൻഫെക്ഷൻസ് ആയിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററും സർജിക്കൽ യൂണിറ്റും ഈ ലേബർ റൂമിന് അടുത്ത് തന്നെയായിരിക്കും. ഓക്കെ മിസ് ഇത്രയും ഭാഗം എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യണേ. കേട്ടിട്ടില്ല? ഒരു മിനിറ്റ് കേട്ടോ. ലേബർ റൂമിൽ ഇപ്പൊ ഹസ്ബൻഡിനെ കേട്ടുന്നത് കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? ക്രാഫ്റ്റ് അവിടെയൊക്കെ കേറ്റാറുണ്ട് ഹസ്ബൻഡിന്. ഇപ്പൊ അവര് ഒരുപാട് നിർബന്ധിക്കാണ് കേറ്റണം. സെപ്പറേറ്റ് പാക്കേജ് ഒക്കെ ആയിരിക്കും അത്. ആസ്റ്റർ ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ ഓക്കെ മിസ് ഇത്ര എടുത്ത ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ താങ്ക് യു ഓൾ.